ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് 46 അല്ലെങ്കിൽ അതിന് മുകളിലുള്ള ബസ്റ്റുള്ള സൈസുകൾ, ഹെവി സൈസ് എങ്ങനെയാണ് കട്ട് ചെയ്യുന്നതെന്ന് നോക്കാൻ വേണ്ടിയാണ്. അതിനായി നമ്മളിപ്പോൾ എടുത്തിരിക്കുന്ന ഒരു മെഷർമെന്റ് ആണ് ചെസ്റ്റ് 46, വേസ്റ്റ് 42, ഷോൾഡർ 16, ലെങ്ത് 15.5, ബസ്റ്റ് പോയിന്റ് 11, ബാക്ക് നെക്ക് ഡീപ്പ് 9, ഫ്രണ്ട് നെക്ക് ഡീപ്പ് 6.5 ഇഞ്ച്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് കട്ട് ചെയ്യുന്നത് നോക്കാം. ഇത് 46 മുതൽ ഹെവി ആയിട്ടുള്ള എല്ലാ സൈസിനും ഈ ഒരു തിയറി ആപ്ലിക്കബിൾ ആണ്. നമ്മളുടെ ഷോൾഡർ 16 ഇഞ്ചാണ്. 16 ഇഞ്ചിന്റെ പകുതി 8 ഇഞ്ചിൽ ഒരു മാർക്ക് ചെയ്തിട്ടുണ്ട്. ലെങ്ത് 15.5 ആണ്. 15.5 പ്ലസ് 1 ഇഞ്ച് ആഡ് ചെയ്ത് 16.5 ഒരു മാർക്ക് ചെയ്തിട്ടുണ്ട്. നമ്മളുടെ ഫ്രണ്ട് നെക്ക് 6 ഇഞ്ച് ഡെപ്ത് ആണ്. 6 പ്ലസ് 1 ഇഞ്ച് ആഡ് ചെയ്ത് 7 ഇഞ്ചിൽ ഒരു മാർക്ക് ചെയ്തിട്ടുണ്ട്. ഫ്രണ്ട് നെക്ക് 7 ഇഞ്ച് ഡീപ്പുള്ള 6 ഇഞ്ച് ഡീപ്പുള്ളതുകൊണ്ട് ഷോൾഡറിൽ നിന്നും ഒരു 1.25 ഇഞ്ച് മൈനസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഷോൾഡറിൽ നിന്നും 1.25 ഇഞ്ച് മൈനസ് ചെയ്തു. 6.25 ഇഞ്ച് ഉണ്ട്. അതേ 6.25 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ആമോളിന്റെ ലെങ്തിനായി ഫുൾ ചെസ്റ്റ് 46 ആണ്. അപ്പോൾ 46 ഡിവൈഡഡ് 6 7.6 വരും. അതിൽ നിന്ന് 1/2 ഇഞ്ച് മൈനസ് ചെയ്താൽ 7 ഇഞ്ച് ഒരു പോയിന്റ് കിട്ടും. അപ്പോൾ 7 ഇഞ്ച് ഒരു പോയിന്റ് ആമോളിനായി നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ യോജിപ്പിച്ചു കൊടുക്കുക. അടുത്തായി ചെസ്റ്റ് 46 ആണ്. അപ്പോൾ 46ന്റെ കൂടെ നമ്മൾ 2 ഇഞ്ച് ലൂസിംഗ് ആഡ് ചെയ്ത് 48 ഇഞ്ച് ആയിട്ട് എടുക്കാവുന്നതാണ്. 48 ഇഞ്ച് ഡിവൈഡഡ് 4 അപ്പോൾ 12 ഇഞ്ച് ഉണ്ടാവും. ചെസ്റ്റിനായി 12 ഇഞ്ചിൽ ഒരു മാർക്ക് ചെയ്യുക. അതിനുശേഷം 1.5 ഇഞ്ച് മാർജിൻ ആഡ് ചെയ്ത് കൊടുക്കുക. ആമോളിന്റെ ഷേപ്പ് കൊടുക്കുന്നതിനായി ഈ സെന്ററിൽ നിന്നും 1 ഇഞ്ച് ക്രോസ് മാർക്ക് ചെയ്യുക. അതിനുശേഷം ആർമോളിന്റെ ഈ ലെങ്ത്തിന്റെ പകുതി, ഇത് 7 ഇഞ്ച് ഉണ്ട്. 7 ഇഞ്ച് ഒരു പോയിന്റ് 3.5 ഇഞ്ചിൽ മാർക്ക് ചെയ്ത് അവിടെ നിന്നും ഒരു 1/4 ഇഞ്ച് വെളിയിലേക്ക് ഒരു മാർക്ക് ചെയ്യുക. ആമോളിന്റെ ഷേപ്പ് വരഞ്ഞു കൊടുക്കേണ്ടതാണ്. ഇത് പോയിന്റ് വരാൻ പാടില്ല. പോയിന്റ് വരുന്ന സൈഡിലൊക്കെ പോയിന്റ് റിമൂവ് ചെയ്ത് കൊടുക്കണം. അടുത്ത ഷോൾഡർ വിടുത്ത് 3.25 ഇഞ്ച് എടുക്കുന്നുണ്ട്. 3 ഇഞ്ച് അല്ലെങ്കിൽ 3.25 ഇഞ്ച് എടുക്കാം. നമുക്ക് 3 ഇഞ്ച് എടുക്കാവുന്നതാണ്. 3 ഇഞ്ച് എടുത്തതിന് ശേഷം നെക്കിന്റെ ഭാഗത്തായി ബ്രോഡ് വേണ്ട ആളുകളാണെങ്കിൽ അല്പം ക്ലോസ് ചെയ്ത് 3.5 ഇഞ്ച് മാർക്ക് ചെയ്യുക. ശേഷം നെക്കിന്റെ ഷേപ്പ് എന്താണ് ആവശ്യമുള്ളത് അതിനനുസരിച്ചുള്ള ഷേപ്പ് നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് മാർക്ക് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇത് കട്ട് ചെയ്ത് അടിക്കുന്നവരാണെങ്കിൽ ഇവിടെ 1 സെന്റിമീറ്റർ മാർജിൻ ആഡ് ചെയ്യേണ്ടതാണ്. അല്ലെങ്കിൽ ഇതേപോലെ തന്നെ വെച്ച് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ഈ മാർക്കിങ്ങിൽ കൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കാവുന്നതാണ്. മാർക്കിലേക്കായി
11 ഇഞ്ചാണ് നമ്മുടെ ബസ്റ്റ് പോയിന്റ്. 11 പ്ലസ് ഹാഫ് ഇഞ്ച് മാർജിൻ ആഡ് ചെയ്ത് 11.5 ഇഞ്ചിൽ മാർക്ക് ചെയ്യുക. ബസ്റ്റ് സെന്ററിലേക്ക് 46ന്റെ 10 ഭാഗം 4.6, അപ്പോൾ 4 ഇഞ്ച് എടുക്കാം. 4 ഇഞ്ച് ബസ്റ്റ് സെന്ററിനായി എടുക്കാവുന്നതാണ്. ഇതിപ്പോൾ ഞാൻ 46ന്റെ അളവിൽ ഞാൻ എടുത്ത മെഷർമെന്റ് ആണ് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ ബോഡിയിൽ നിന്ന് ഏതാണ് മെഷർമെന്റ് കിട്ടുന്നത് അതിനനുസരിച്ചിട്ട് ഇതിൽ വ്യത്യാസം വരുത്താവുന്നതാണ്. ഏകദേശം ഡാറ്റ് ലെങ്തിനായി 46ന്റെ 12 ഭാഗം 3.8 ഉണ്ടാവും. .8 മാർക്ക് ചെയ്യുക. അടുത്തായി ബെൽറ്റ് ലെങ്ത് 1.5 ഇഞ്ചോ 2 ഇഞ്ചോ എത്രയാണ് നിങ്ങൾക്ക് ബെൽറ്റ് ലെങ്ത് വേണ്ടത് അതിനനുസരിച്ച് മാർക്ക് ചെയ്യുക. ഞാനിപ്പോൾ 2 ഇഞ്ചാണ് ബെൽറ്റ് ലെങ്ത് ആയിട്ട് എടുക്കുന്നത്. ബെൽറ്റിന്റെ വിഡ്ത്ത് ബസ്റ്റ് സെന്റർ 4 ഇഞ്ചാണ്. 4 ഇഞ്ചിൽ നിന്ന് 1/2 ഇഞ്ച് കുറച്ച് ഒരു 4 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്യുക. അതിനുശേഷം ബസ്റ്റ് പോയിന്റിലേക്ക് യോജിപ്പിച്ചു കൊടുക്കുക. നമ്മൾ മെയിൻ ഡാറ്റിന്റെ വിഡ്ത്ത് 3.5 ഇഞ്ചാണ് വേണ്ടത്. 46 മുതൽ മേലോട്ട് 40, 48, 50 ഒക്കെ 3.5 ഇഞ്ച് എടുത്താൽ മതിയാവുന്നതാണ് ഈ ഒരു തിയറി. 3.5 ഇഞ്ച് മാർക്ക് ചെയ്തു. ശേഷം അതിനെയും ബസ്റ്റ് പോയിന്റുമായി യോജിപ്പിച്ചു കൊടുക്കുക. ഏകദേശം 6.25 വരുന്നുണ്ട്. അപ്പോൾ അതിന്റെ സെന്ററിൽ മാർക്ക് ചെയ്യുക. 3 ഇഞ്ചും 3 പോയിന്റും വരും. അതിന്റെ സെന്റർ 1.5 ഇഞ്ചും 1 പോയിന്റും കൂടി മാർക്ക് ചെയ്യുക. ഇത് രണ്ടിന്റെ സെന്റർ 1.5 ഇഞ്ചും 1 പോയിന്റ് മാർക്ക് ചെയ്യുക. ശേഷം ഇവിടെ നിന്നും ഈ സെന്ററിൽ നിന്നും 1/2 ഇഞ്ച് വെളിയിലേക്ക് ഒരു മാർക്ക് ചെയ്യുക. ഇവിടെ നിന്നും 1/4 ഇഞ്ച് വെളിയിലേക്ക് ഒരു മാർക്ക് ചെയ്യുക. അരയിഞ്ച് മാർക്കിലേക്ക് യോജിപ്പിക്കുക. അവിടെ നിന്നും 1/4 ഇഞ്ച് മാർക്കിലേക്ക് കൊണ്ടുവന്ന് യോജിപ്പിച്ച ശേഷം ഈ ഒരു പോയിന്റിൽ നിന്നും ലൈറ്റായി ഒരു പോയിന്റ് ഉള്ളിൽ കൂടെ ഇവിടെ ഒരു ചെറിയ ഷേപ്പ് കൊടുക്കുക. അടുത്ത ഈ 2 ലെങ്ത്തും തുല്യപ്പെടുത്തേണ്ടതാണ്. അപ്പോഴാണ് അത് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ഒരേപോലെ വരികയുള്ളൂ. ഇത് 6 ഇഞ്ച് ഉണ്ട്. ഇവിടെ 6 ഇഞ്ചിൽ മാർക്ക് ചെയ്യുക. ഏകദേശം 3/4 ഇഞ്ച് ഡിസ്റ്റൻസ് വരുന്നുണ്ട്. നമ്മളുടെ വേസ്റ്റ് 42 ഇഞ്ചാണ്. അപ്പോൾ 10.5 ഇഞ്ച് വരും. ഇവിടെ നിന്ന് 10.5 ഇഞ്ച് എവിടെയാണ് വരുന്നത് അവിടെ മാർക്ക് ചെയ്യുക. 4 ഇഞ്ചിന് ഒരു പോയിന്റ് കുറവുണ്ട്. ഇഞ്ച് വീണാണ് വരുന്നത് അവിടെ മാർക്ക് ചെയ്യുക. ഇത് ഏകദേശം 3/4 ഇഞ്ച് ഉണ്ട്. അപ്പോൾ 3/4 ഇഞ്ചിന്റെ ഡബിൾ ഏകദേശം 1.5 ഇഞ്ച് ഇവിടെ നിന്നും കുറച്ച് മാർക്ക് ചെയ്യേണ്ടതാണ്.
അടുത്തായി ആമോൾ ഡാട്ടിൻ്റെ മാർക്കിംഗ് ആണ് ചെയ്യേണ്ടത്. ആമോൾ ഡാട്ട് നമുക്ക് 1.25 ഇഞ്ച് ആവശ്യമാണ്. അപ്പോൾ ചെസ്റ്റ് ലൈനിൽ നിന്നും 1.25 എവിടെയാണ് വരുന്നത് അവിടെ അടയാളപ്പെടുത്തുക. 1.25ന്റെ പകുതി 1 ഇഞ്ചിന് ഒരു പോയിന്റ് കുറവ് ഇവിടെ അടയാളപ്പെടുത്തിയ ശേഷം അതിനെ ബസ്റ്റ് പോയിന്റിലേക്ക് മാർക്ക് ചെയ്ത് യോജിപ്പിക്കുക. ഇവിടെ സ്റ്റിച്ചിങ്ങിന് അരയിഞ്ച് മാർജിൻ പോകുന്നതായിരിക്കും. അരയിഞ്ച് മാർജിൻ ഒഴിവാക്കി ഈ ഒരു പോയിന്റിൽ നിന്നും 1.25 എവിടെയാണ് വരുന്നത് അവിടെ മാർക്ക് ചെയ്യുക. ഫസ്റ്റ് പോയിന്റിൽ നിന്നും 2.25 ഇഞ്ച് ദൂരത്തിൽ കൊണ്ടുവന്ന് അതിനെ യോജിപ്പിക്കണം. ഈ ഒരു മാർക്കിംഗ് കുറച്ച് മേലെ വരെ കൊണ്ടുവരേണ്ടതാണ്. സോറി, ഇത് റോങ് ആയിപ്പോയി. ഇതാണ് 1.25ന്റെ മാർക്കിംഗ്. ഈ 1.25ന്റെ മാർക്കിംഗ് കൊണ്ടുവന്ന് യോജിപ്പിക്കുക. അതിനുശേഷം ഇവിടെ നിന്നും ഈ ഒരു പോയിന്റിലേക്കുള്ള ദൂരം 5 ഇഞ്ച് ഒരു പോയിന്റ് ഉണ്ട്. അതേ ഒരു 5 ഇഞ്ചും ഒരു പോയിന്റും ഈ ഒരു മാർക്കിംഗ് കറക്റ്റ് ചെയ്യേണ്ടതാണ്. 5 ഇഞ്ചും ഒരു പോയിന്റിലുമുള്ള ദൂരം രണ്ടിന്റെയും സെയിം നിൽക്കണം. അപ്പോൾ ഇത് ജോയിന്റ് ചെയ്യുന്ന സമയത്ത് ഒരുപോലെ വരികയുള്ളൂ. അതിനുശേഷം ഇവിടെ നിന്നും അരയിഞ്ച് താഴെ മാർക്ക് ചെയ്ത് ഒരു സ്ട്രേറ്റ് ലൈൻ വരഞ്ഞു കൊടുക്കുക. ഈ ഒരു മാർക്ക് ചെയ്ത പോയിന്റിൽ നിന്നും സ്കെയിൽ സ്ട്രേറ്റ് ആയി ഇത് പാരലൽ ഒരേ അളവിൽ വെക്കണം. അതിനുശേഷം മാർക്കിൽ വെച്ച ശേഷം ഈ പോയിന്റിൽ നിന്നും ഒരു ലൈൻ വരച്ച് നമ്മൾ പുതിയ അരയിഞ്ചിന്റെ ഒരു ലൈൻ വരച്ചിരിക്കുന്ന ആ ലൈനിലേക്ക് കൊണ്ടുവന്ന് യോജിപ്പിക്കുക. അതിനുശേഷം ഫ്രഞ്ച് കർവ് ഉപയോഗിച്ച് ഇവിടെ പുതിയ ഒരു ആർമോൾ ഷേപ്പ് വരച്ചു കൊടുക്കേണ്ടതാണ്. എന്തെന്നാൽ നമ്മളുടെ ഇത്രയും ഭാഗം ക്യാൻസലായി പോകുന്നതായിരിക്കും ഡാട്ട് അടിച്ചതിന് ശേഷം. നമ്മൾ ആർമോൾ ഡാട്ട് റെഡിയാക്കി അടുത്ത സെൻട്രൽ ഡാട്ടിന്റെ മാർക്കാണ് ചെയ്യേണ്ടത്. സെൻട്രൽ ഡാട്ട് മാർക്ക് ചെയ്യുന്നതിന് വേണ്ടി ഇവിടെ നിന്നും 1/2 ഇഞ്ച് അല്ലെങ്കിൽ 3/4 ഇഞ്ച് മേലെ ഒരു മാർക്ക് ചെയ്യുക. മാർക്ക് ചെയ്ത് നമ്മൾ സെൻട്രൽ ഡാട്ട് മൊത്തത്തിൽ 1 ഇഞ്ചാണ് എടുക്കുന്നത്. രണ്ട് ഭാഗമായി 1/2 ഇഞ്ച് ഡിവൈഡ് ചെയ്തുകൊണ്ട് 1 ഇഞ്ചിലെ ഡാട്ട് എടുക്കാവുന്നതാണ്. ഇവിടെ നിന്നും ഒരു 1.25 അല്ലെങ്കിൽ 1.5 ഇഞ്ച് ദൂരത്തിൽ ആ ഡാട്ടിന് കൊണ്ടുവന്ന് യോജിപ്പിക്കേണ്ടതാണ്. ഇവിടെ ഹുക്ക് പട്ടിക്കായി 1 സെന്റിമീറ്ററിന്റെ മാർജിൻ ആഡ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. അതിനാൽ ഈ ഒരു ഭാഗത്തായി ഈ ഒരു ഡാട്ട് അടിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഒരു കുഴിമാതി വരുന്നത് അതിനെ കവർ ചെയ്യുന്നതിനായി ഇവിടെ നിന്നും ഒരു 1/4 സെന്റിമീറ്റർ വെളിയിലേക്ക് കൊണ്ടുവന്ന് അതിനെ സ്ട്രേറ്റായി താഴേക്ക് മാർക്കിംഗ് ചെയ്ത് കൊടുക്കുക. നമ്മൾ കട്ട് ചെയ്തെടുക്കാം.
ഈ സെൻട്രൽ ഡാറ്റ അടിച്ചു വരുന്ന സമയത്ത് ഇവിടെ ഒരു വി പോലെ ഷേപ്പ് വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് നമ്മളിവിടെ 4 ഇഞ്ച് അധികമായി ആഡ് ചെയ്ത് കൊടുത്തത്. ഇവിടെ വെച്ചതിലിരുന്നും 4 ഇഞ്ച് ഇവിടെ അധികമായി ആഡ് ചെയ്ത് കൊടുത്തത് അതുകൊണ്ടാണ്. അപ്പോൾ 3 ഡാറ്റം കിട്ടി കഴിഞ്ഞിരിക്കുന്നു. ഇനി ഇവിടെ ഡാറ്റ അടിക്കേണ്ട മാർജിൻ വിട്ടതിന് ശേഷം ഈ ഒരു ഷേപ്പിൽ ഇതിനെ കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഇത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒരേ അകലത്തിൽ വരുന്നതായിരിക്കും. ഇവിടെ നമുക്ക് പേപ്പർ തികയാത്തത് കൊണ്ടാണ് ഇവിടെ മാർജിൻ ഇടാതിരുന്നത്. 10 ഇഞ്ച് മാർക്കിംഗ് ചെയ്ത സ്ഥലത്ത് നിന്നും 1.5 ഇഞ്ച് മാർജിൻ ആഡ് ചെയ്ത് ഇത് കട്ട് ചെയ്തെടുക്കേണ്ടതാണ്. ഇതിന്റെ ബെൽറ്റ് കട്ട് ചെയ്യുന്നതിലേക്കായി ഇവിടെ നിന്നും ഈ ഒരു ഭാഗത്തിനകത്തോളം 4 ഇഞ്ച് ഉണ്ട്. അതേ 4 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്യുക. ശേഷം ഈ ഒരു ഡിഫറൻസ് 3/4 ഇഞ്ച് വരുന്നുണ്ട്. ഇവിടെ മാർക്ക് ചെയ്യുക. അതിനുശേഷം ഇവിടെ നിന്നും ഒരു 1.25 ഇഞ്ച് അല്ലെങ്കിൽ 1.5 ഇഞ്ച് ബെൽറ്റിന്റെ ഷേപ്പിനായി 1.5 ഇഞ്ച് എടുക്കാം. 1.5 ഇഞ്ച് ഇവിടുന്ന് ബെൽറ്റിന്റെ ഷേപ്പിലേക്ക് എടുക്കാം. അതേപോലെ ഇവിടെ നിന്നും 1 ഇഞ്ചോ അല്ലെങ്കിൽ 3/4 ഇഞ്ചോ ബെൽറ്റിന്റെ ഷേപ്പിലേക്ക് എടുക്കാവുന്നതാണ്. ബെൽറ്റിന്റെ ഷേപ്പ് കൊടുക്കാവുന്നതാണ്. ഈ ഒരു രീതിയിൽ ഇതിന്റെ ബെൽറ്റ് കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. ബെൽറ്റിന്റെ ഷേപ്പൊക്കെ അവരവരുടെ താല്പര്യത്തിനനുസരിച്ചിട്ട് കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യാവുന്നതാണ്. ഇതിനെ ജോയിന്റ് ചെയ്ത ശേഷം 1 ഇഞ്ച് ഇവിടെ ആഡ് ചെയ്ത് ബെൽറ്റ് കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ 46 അതിന്റെ മുകളിലുള്ള സൈസുകൾ ഇങ്ങനെയാണ് കട്ട് ചെയ്യുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിരിക്കുന്നു. താങ്ക് യു.